അയ്യോ എന്താണ് നിനക്ക് വേണ്ടത്? എന്റെ ഓഫീസിൽ വന്ന് എന്റെ സ്റ്റാഫിനെ ഉപദ്രവിക്കാൻ ആരാണ് നിനക്ക് അധികാരം തന്നെ? രഘു സാർ ഒന്നും പണാതെ അവരെങ്ക ഇരിക്കുന്നു ചൊല്ലുങ്ക സാർ. പറയാം. നിന്നെ ആരാടാ ഇങ്ങോട്ട് അയച്ചേ? അമ്മയാണോ അതോ നിത്യ? ഇല്ല സാർ, ഞാൻ എന്നോട് ഇഷ്ടത്താലെ വന്നിരിക്ക്. അച്ഛൻ എവിടെയാണെന്ന് ഞാൻ പറയാം. പകരം ഹരി എവിടെയാണെന്ന് നീ പറയണം. ഹരി സാർ മൂകാംബികയ്ക്ക് പോയിട്ടിരിക്കു സാർ. മൂകാംബികയ്ക്ക് പോയിരിക്കാ? എടാ, അതൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ കള്ളവല്ലേടാ? ഇല്ല സാർ, ഉണ്മ നിജമാ ഉണ്മ ഉണ്മ. ശരി ശരി, നീ ഒരു കാര്യം ചെയ്യ്. നീ വന്ന് വണ്ടി കയറ്. ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോ, എന്നിട്ട് അവരെയും കൂട്ടി അച്ഛൻ്റെ അടുത്തേക്ക് പോ. അതേ ശരവണ, കൊല്ലാൻ വേണ്ടി തന്നെ ഞാൻ അച്ഛനെ അങ്ങോട്ട് അയച്ചത്. പക്ഷേ ഇപ്പൊ എനിക്കത് വേണ്ടാന്ന് തോന്നുന്നു. എന്തൊക്കെ ആയാലും ജനിപ്പിച്ച തന്തേലടാ. മോശമാ, മോശം. നമുക്ക് വീട്ടിലേക്ക് പോവാം. സാറേ, അച്ഛനെ കാണിച്ചു തരാമെങ്കിൽ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ഓക്കെ. കഴിക്ക്. ഹാ, കഴിക്കുന്നേ. ഇതില് വിഷമൊന്നുമില്ല. ഞാനും ശരവണ്ണ ഒന്നിച്ചു പോയാ വാങ്ങിച്ചത്. ഇതാ. അയ്യോ അയ്യോ അയ്യോ. അമ്മേ, കഴിക്ക്. കഴിക്കുന്നേ. ഹോ, അമ്മ എന്നെ ചതിച്ചെന്റെ ബിസിനസ്സുകൾ ഇല്ലാതാക്കിയിട്ടും അച്ഛനോട് ഞാൻ പൊറുക്കാന്ന് പറയല്ലേ. കഴിക്ക്. എടാ, ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് ഇവിടെ ശരവണ വാ തുറന്നേ. കഴിക്ക് ശരവണ. ഈ കുടുംബത്തിന്റെ ഏത് സന്തോഷവും ഏറ്റവും ആദ്യമേ അനുഭവിക്കേണ്ടത് നീയല്ലേ. കഴിക്ക് കഴിക്ക് കഴിക്ക്. എന്തായാലും കഴിക്കുന്നില്ലേ? ഒരു കാര്യമുണ്ട് കേട്ടോ. പറഞ്ഞ അനുസരിക്കാന്ന് വാക്ക് പറഞ്ഞ അനുസരിക്കണം. വാക്ക് പറഞ്ഞതാണേ. കഴിക്ക്. ഡോക്ടർ അരവിന്ദൻ എന്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു. അതങ്ങനെയാണ്. ഞാൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നെ തേടി വരും.
ഇപ്പൊ എല്ലാവർക്കും എന്താ തോന്നുന്നത്? പേടിയല്ലേ? ഞാൻ നിത്യയെ കൊല്ലും എന്ന പേടി. എടാ, ഇവിടെ തൊട്ടുപോകരുത്. ഹാ, ഞാനെന്തിനാ ഇവിടെ തൊടുന്നത്? അതെങ്ങനെ തൊടാൻ പറ്റും? മറ്റൊരുത്തന്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ തൊടുന്നത് അന്യായമല്ലേ? അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. നിത്യ, നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്തു പറയാനാ, നിന്നെ ഒരാൾ നോക്കുന്ന പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതെന്റെ തെറ്റ്. നമ്മൾ സംസാരിച്ചപ്പോ എവിടെയോ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് നീയെന്ന്. ഹാ, പോട്ടെ, ഇനി അതൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കും, മനസ്സ് നിറച്ച് ആഘോഷിക്കും. അതുകൊണ്ട് തന്നെ നിത്യയോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. നാളെ രാവിലെ നമ്മൾ അച്ഛനെ കാണാൻ പോകുന്നു. അച്ഛനോട് ഈ സന്തോഷ വാർത്ത നിങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഞാനാണ് പറയാൻ പോകുന്നത്.